മീറാജ് നോമ്പിന്റെ വിശേഷങ്ങളാണ് കേട്ടോ. ഒരു വെറൈറ്റി ആപ്പിൾ ജ്യൂസും പിന്നെ ഞാൻ ഇറച്ചി കേക്കുമാണ് കേട്ടോ ഉണ്ടാക്കിയത്. ഇറച്ചി കേക്ക് ഉണ്ടാക്കാൻ എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. 2 സവാള ഒന്ന് വഴറ്റിയെടുക്കുക, അതിലേക്ക് പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി കട്ട് ചെയ്തതും ചേർത്ത് അതും വഴറ്റിയെടുക്കുക. എന്നിട്ട് മസാലപ്പൊടികൾ ഇട്ടുകൊടുക്കാം. കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല വേണമെന്നുണ്ടെങ്കിൽ പെരിഞ്ജീരകപ്പൊടിയോ അതുപോലെ ബീഫ് മസാല ഒക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഉപ്പ് മാത്രം ഇട്ട് വേവിച്ചിട്ടുള്ള ബീഫ് ഒന്ന് ക്രഷ് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. അതിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം കുറച്ച് മല്ലിയില കൂടി ഇടുക. അപ്പോൾ ബീഫ് മസാല റെഡി ആയിട്ടുണ്ട്. ഇനി വേണ്ടത് 4 മുട്ടയാണ് കേട്ടോ. അപ്പോൾ 4 മുട്ടയും പൊട്ടിച്ചിട്ട് മിക്സി ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ഒരു ബൗളിൽ മിക്സ് ചെയ്തെടുത്താലും മതി. പിന്നെ 1/4 കപ്പ് പാലും അതുപോലെ തന്നെ 1/4 കപ്പ് മൈദയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക, വേണമെങ്കിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ബീഫ് മസാലയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഋഷുവിന് നോമ്പുണ്ട് കേട്ടോ. സമൂസ കൊണ്ടുവന്ന് പറഞ്ഞിട്ട് 2 സമൂസ മാത്രം കൊടുക്കുന്നത് എന്നുള്ള പരാതി പറഞ്ഞ് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വേവിക്കുമ്പോൾ ആദ്യം ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ട് അതിൻ്റെ മേലെ വേണം കേട്ടോ നോൺ സ്റ്റിക്ക് പാൻ വെക്കാൻ. പിന്നെ ഒരു സ്പൂൺ നെയ്യോ ഓയിലോ ഒഴിക്കുക. എന്നിട്ട് മിക്സ് അതിലേക്ക് ഒഴിച്ചിട്ട് ലോ ഫ്ലെയിമിൽ 20 മിനിറ്റ് കുക്ക് ചെയ്യുക. പാനിൻ്റെ സൈസിനനുസരിച്ചിട്ട് കുക്കിംഗ് ടൈമിൽ വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ വെറൈറ്റി ആപ്പിൾ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി ആപ്പിൾ കട്ട് ചെയ്തതിലേക്ക് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മിൻറ്റ് ലീവ്സ് ആണ് കേട്ടോ. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ നാരങ്ങ നീര് വേണം കേട്ടോ. ഞാൻ ചെറിയ നാരങ്ങ ആയതുകൊണ്ട് 2 എടുത്തിട്ടുണ്ട്, വലുതാണെങ്കിൽ 1 മതി. പിന്നെ ഇത് അരിയാൻ പാകത്തിന് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ അടിച്ചെടുക്കുക. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക കേട്ടോ. ആപ്പിൾ ജ്യൂസ് ഇതുപോലെ ഉണ്ടാക്കിയാൽ നല്ല രസമാണ് കേട്ടോ. മാത്രമല്ല നല്ല റീഫ്രഷിങ്ങും ആണ്. ഋഷു ആണെങ്കിൽ ആകെ ക്ഷീണിച്ചിട്ടുണ്ട് കേട്ടോ. 2 സമൂസയും ജ്യൂസും കുടിച്ചപ്പോൾ തന്നെ ഓന് മതിയായി. പിന്നെ ഓന് ഒന്നും വേണ്ട എന്നുള്ള അവസ്ഥയായിട്ടോ. എന്നിട്ടാണ് ഓന് 2 സമൂസ തികയൂല എന്ന് നേരത്തെ പറഞ്ഞ് പരാതി പറഞ്ഞിരുന്നത്. അത് പിന്നെ കുട്ടികൾക്ക് അങ്ങനെയല്ലേ, നോമ്പ് തുറക്കുന്നതിന് മുമ്പ് അങ്ങനെ വേണം എന്നൊക്കെ ഉണ്ടാവും. പക്ഷെ നോമ്പ് തുറന്ന് വെള്ളം കുടിച്ച് കഴിയുമ്പോൾ പിന്നെ ഓൽക്കൊന്നും വേണ്ട അല്ലേ, അങ്ങനെയാണ്.